ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ സീരീസ് റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിച്ചു. IS = V1 - VZ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് RS. ഓക്കെ, അപ്പോൾ ഈ സീരീസ് റെസിസ്റ്റൻസ് RSലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് വാല്യൂ. അപ്പോൾ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന വോൾട്ടേജ് V1, ഓക്കെ, സെനറിന് അക്രോസ് ആയിട്ട് വരുന്ന സെനർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VZ. ഓക്കെ, അപ്പോൾ ഈ ബാറ്ററിയുടെ അല്ലെങ്കിൽ ഈ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന വോൾട്ടേജ് V1 എന്ന് പറഞ്ഞാൽ VZ-നേക്കാൾ വളരെ വളരെ കൂടുതലാണ്. സെനറിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയ VZ-നേക്കാൾ വളരെ കൂടുതലാണ് V1 എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന വോൾട്ടേജ് 10 ആണെങ്കിൽ സെനറിന് അക്രോസ് ആയിട്ട് വരുന്ന സെനർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4 ആണെങ്കിൽ അധികം വരുന്ന 6 വോൾട്ടേജ് എവിടെ പോകും? അധികം വരുന്ന 6 വോൾട്ടേജ് ഈ റെസിസ്റ്റർ RSന് അക്രോസ് ആയിട്ട് വരും. ഓക്കെ, 6 വോൾട്ടേജ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് V1, സെനർ വോൾട്ടേജ് VZ. ഓക്കെ, അപ്പോൾ V1 - VZ എവിടെ വരും? റെസിസ്റ്റർ RSന് അക്രോസ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ RSലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ IS ആണ്. ആ IS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ RSന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V1 - VZ ആണ്. റെസിസ്റ്റൻസ് വാല്യൂ RS ആണ്. നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ IS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V1 - VZ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RS. അതാണ് ഈ IS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെസിസ്റ്റർ RSലൂടെ ഫ്ലോ ചെയ്യുന്ന IS എന്ന കറണ്ട് അവിടെ ഈ ജംഗ്ഷനിൽ വരുന്നു. ആ ജംഗ്ഷനിൽ വന്ന് സ്പ്ലിറ്റ് ആവുന്നു. ഒരു പാർട്ട് സെനർ ഡയോഡ് വഴി ഫ്ലോ ചെയ്യുന്നു, അടുത്ത പാർട്ട് ലോഡ് വഴി ഫ്ലോ ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്കറിയാം, ഫ്രം ദിസ് ഫിഗർ ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് current IS is split into two. First part is IS. That current flows through this Zener diode, and second part is IL. That flows through load. Okay. അപ്പോൾ IS എന്ന് പറഞ്ഞ കറണ്ട് ഈ ജംഗ്ഷനിൽ വന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൽ ഒരു പാർട്ട് സെനർ വഴി ഫ്ലോ ചെയ്യുന്നു. സെനർ വഴി ഫ്ലോ ചെയ്യുന്ന ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് IZ. രണ്ടാമത്തെ പാർട്ട് ലോഡ് വഴി ഫ്ലോ ചെയ്യുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് IL. അപ്പോൾ നമുക്ക് എഴുതാം, ദിസ് IS = IZ + IL. IS രണ്ട് പാർട്ടായിട്ട് വേർപിരിയുന്നു. ഒരു പാർട്ട് സെനർ ഡയോഡ് വഴിയും ഒരു പാർട്ട് ലോഡ് വഴിയും ഫ്ലോ ചെയ്യും. സെനർ ഡയോഡ് വഴി ഫ്ലോ ചെയ്യുന്ന ആ കറണ്ടിനെ IZ എന്ന് വിളിക്കും, സെനർ കറണ്ട് എന്ന് വിളിക്കും. ലോഡ് വഴി പോകുന്ന കറണ്ടിനെ IL എന്ന് വിളിക്കും, ലോഡ് കറണ്ട് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് പറയാം IS = IZ + IL. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് സെനർ ഡയോഡ് വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇഫ് ദിസ് പവർ സപ്ലൈ വോൾട്ടേജ് V1 increases, പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ആയ V1 ഇൻക്രീസ് ചെയ്യുന്നു വെച്ചു. ഈ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന വോൾട്ടേജ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് സെനർ ഡയോഡ് കണക്ട് ചെയ്തത്. ഇപ്പോൾ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന വോൾട്ടേജ് V1 VI എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈയിൽ നിന്നുള്ള വോൾട്ടേജ് ആയ VI ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് IS-ഉം ഇൻക്രീസ് ചെയ്യും. കറണ്ട് IS-ഉം ഇൻക്രീസ് ചെയ്യും. കറണ്ട് IS-ഉം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കറണ്ട് IS ഇൻക്രീസ് ചെയ്യും. കറണ്ട് IS ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓക്കെ, കറണ്ട് IS ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് IS എത്രമാത്രം ഇൻക്രീസ് ചെയ്തു അത്രയും IZ ഇൻക്രീസ് ചെയ്യും. അത്രയും IZ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പക്ഷേ IL കോൺസ്റ്റന്റ് ആയിരിക്കും. IL ചേഞ്ച് വരത്തില്ല. ലോഡിൽ കൂടെയുള്ള കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും.
ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം. പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് ആയ വി ഐ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് ഐ എസ് ഇൻക്രീസ് ചെയ്യും. ഐ എസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഐ എസ് എന്ന് പറഞ്ഞാൽ ഐ ഇസഡ് പ്ലസ് ഐ എൽ ആണ്. ഐ എസ് ഇൻക്രീസ് ചെയ്താൽ ഐ ഇസഡ് ഇൻക്രീസ് ചെയ്യും. നമുക്കതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഓക്കെ ഓക്കെ ഐ എസ് ഈസ് ഇക്വൽ ടു ഐ ഇസഡ് പ്ലസ് ഐ എൽ. ഓക്കെ, അപ്പോൾ നേരത്തെ ഐ എസ് 6 മില്ലി ആംപിയർ എന്ന് വെച്ചു. അപ്പോൾ ഐ ഇസഡ് 4, ഐ എൽ 2 എന്ന് വെച്ചു. ഓക്കെ, ഇനി ഐ എസ് ഇൻക്രീസ് ചെയ്യുന്നു. ഐ എസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് 8 മാറുന്നു. 8 മാറിയാലും ഐ എൽ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ആരാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഐ എസ് ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അത് 6 മാറും. ഓക്കെ, അപ്പോൾ ഐ എസ് ഇൻക്രീസ് ചെയ്താലും ഐ എൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐ എൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐ എസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐ എസ് ആണ് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ഐ എൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, as IS increases, IZ increases, keeping IL constant. Okay, as IS increases, IZ increases, keeping this IL constant. IL constant ആയിട്ട് നിലനിർത്തും. ഓക്കെ, ഇനി നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോഡിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? RL. ലോഡ് കറണ്ട് എത്രയാണ്? IL. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട്. റെസിസ്റ്റൻസ് RL ആണ്, കറണ്ട് IL ആണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IL ഇൻറ്റു RL. ഓക്കെ, ഇവിടെ IL കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇങ്ങനെയാണ് വോൾട്ടേജ് കൂടുമ്പോൾ, അതായത് പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് കൂടുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതായത് ഐ എസ് എന്ന് പറഞ്ഞാൽ ഐ എസ് പ്ലസ് ഐ എൽ ആണ്. പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് ആയ വി ഐ കൂടുമ്പോൾ, ഓക്കെ, ഈ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ ആയ ഐ എസ് ഇൻക്രീസ് ചെയ്യും. ഐ എസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്രമാത്രം ഐ എസ് ഇൻക്രീസ് ചെയ്തു അത്രയും ഐ എസ് ഇൻക്രീസ് ചെയ്യും. കീപ്പിംഗ് ദിസ് ഐ എൽ കോൺസ്റ്റന്റ്. ഐ എസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എസ് ഇൻക്രീസ് ചെയ്യും. ഐ എൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഐ എൽ കോൺസ്റ്റന്റ് ആയാൽ ഔട്ട്പുട്ട് വോൾട്ടേജും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജും കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ RL ഇൻറ്റു ഐ എൽ. അപ്പോൾ ഐ എൽ കോൺസ്റ്റന്റ് ആയാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആകും. അപ്പോൾ ഇങ്ങനെയാണ് വോൾട്ടേജ് കൂടുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത്. ഇനി പവർ സപ്ലൈയിലുള്ള ഈ വോൾട്ടേജ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? വി ഐ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? വി ഐ കുറഞ്ഞാൽ ഈ ഐ എസ് എന്തോ ചെയ്യും? കുറയും. പവർ സപ്ലൈയിലുള്ള വോൾട്ടേജ് വി ഐ കുറഞ്ഞാൽ ഐ എസ് എന്തോ ചെയ്യും? കുറയും. ഐ എസ് ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് പ്ലസ് ഐ എൽ ആണ്. നേരത്തെ അത് 6 മില്ലി ആംപിയർ എന്ന് വെച്ചു. അപ്പോൾ ഐ എസ് 4, ഐ എൽ 2 മില്ലി ആംപിയർ ആയിരുന്നു. ഇനി ഐ എസ് ഡിക്രീസ് ചെയ്യുന്നു. അത് 4 മാറി. അപ്പോൾ ഐ എൽ കോൺസ്റ്റന്റ് ആയിരിക്കും. കറസ്പോണ്ടിങ് ആയിട്ട് കുറയുന്നത് ഐ എസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് ആയ വി ഐ കുറഞ്ഞാൽ, വി ഐ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എസ് കുറയും. ഐ എസ് കുറഞ്ഞാൽ ദിസ് ഐ എസ് ഓൾസോ ഡിക്രീസസ്. സെനർ ഡയോഡിൽ കൂടെയുള്ള കറണ്ടായ ഐ എസും കുറയും. അപ്പോഴും ഐ എൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും.
If input voltage decreases, this current IS also decreases. Input voltage കുറഞ്ഞാൽ, അതായത് ബാറ്ററിയിൽ നിന്നുള്ള വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ IS എന്ന കറണ്ടും കുറയും. IS എന്ന കറണ്ട് കുറഞ്ഞാൽ this IZ also decreases. സെനറിൽ കൂടെയുള്ള കറണ്ട് എന്തും ഡിക്രീസ് ചെയ്യും. കീപ്പിംഗ് IL കോൺസ്റ്റന്റ്. IL എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോഴും IL-ന് വ്യത്യാസം വരത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ഓർത്താൽ മതി. IL എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. IL കോൺസ്റ്റന്റ് ആയാൽ നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IL × R. അങ്ങനെയാണെങ്കിൽ അപ്പോഴും IL കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് കുറഞ്ഞാൽ ഈ കറണ്ട് IS ഡിക്രീസ് ചെയ്യും. IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IZ പ്ലസ് IL ആണ്. IS കുറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് IZ കുറയും. IS കുറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് സെൻട്രലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടായ IZ കുറയും. കീപ്പിംഗ് ദിസ് IL കോൺസ്റ്റന്റ്. IL കോൺസ്റ്റന്റ് ആയിരിക്കും. IL കോൺസ്റ്റന്റ് ആയാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IL × ദിസ് IL × RL ആണ്. അപ്പോൾ IL കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റന്റ്. So we can say that the Zener diode keeps the output voltage constant by varying current through it. അപ്പോൾ സെനർ ഡയോഡ് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത്. അതിൽ കൂടെയുള്ള കറണ്ടിനെ വേരി ചെയ്താണ് സെനർ ഡയോഡ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത്. ഓക്കെ, ദി സെനർ ഡയോഡ് കീപ്സ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ബൈ വേരിയിങ് കറന്റ് ത്രൂ ഇറ്റ്. ഓക്കെ, അതായത് പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് കൂടിയാൽ IS കൂടും. IS കൂടിയാൽ IS എന്ന് പറഞ്ഞാൽ IZ പ്ലസ് IL ആണ്. IS കൂടിയാൽ സെനറിൽ കൂടെയുള്ള കറണ്ട് കൂടും. IL അപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ IL കോൺസ്റ്റന്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ RL × IL. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് മാറത്തില്ല. ഇനി പവർ സപ്ലൈ എന്നുള്ള വോൾട്ടേജ് കുറഞ്ഞാൽ IS കുറയും. IS എത്ര കുറയുന്നു അത്രമാത്രം IZ കുറയും. അപ്പോഴും IL കോൺസ്റ്റന്റ് ആയിരിക്കും. IL-ന് ഒരിക്കലും ഒരു ചേഞ്ച് സംഭവിക്കത്തില്ല. IL കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. IL × RL. ഓക്കെ, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. So this Zener diode keeps the output voltage constant by varying current through it. Okay, എപ്പോഴും സെനറിൽ കൂടെയുള്ള കറണ്ടിനെ വേരി ചെയ്താണ് ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം സെനറിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ സെനറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VZ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സെനർ വോൾട്ടേജ് ആയ VZ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ദിസ് VZ ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് സെനറിനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് സെനർ ബ്രേക്ക് ഡൗൺ റീജിയണിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് സെനർ വോൾട്ടേജ് VZ. ഓക്കെ, ഇത്തരം വോൾട്ടേജ് റെഗുലേഷനെ വിളിക്കുന്ന പേരാണ് ലൈൻ റെഗുലേഷൻ. ദിസ് കൈൻഡ് ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ ഈസ് നോൺ ആസ് ലൈൻ റെഗുലേഷൻ. ഈ തരം വോൾട്ടേജ് റെഗുലേഷനെ വിളിക്കുന്ന പേരാണ് ലൈൻ റെഗുലേഷൻ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് കൂടിയാലും ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞാലും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തും. ഇങ്ങനെയാണ് സെനർ ഡയോഡ് ഉപയോഗിച്ച് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, കാരണം സെനർ ഡയോഡ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു കോൺസ്റ്റന്റ് വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് സെനർ വോൾട്ടേജ്. ഓക്കെ.